ഹലോ ഗെയ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെയർ സ്പാ കൊണ്ടുള്ള ബെനിഫിറ്റിനെ കുറിച്ചാണ്. എന്താണ് ഹെയർ സ്പാ കൊണ്ടുള്ള ഉപയോഗം ഹെയറിന്, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഹെയർ സ്പാ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടിക്ക് നല്ലൊരു ഷൈനി ആയിട്ട് കിടക്കും. പിന്നെ മുടിക്ക് നല്ല ഒരു തിക്നെസ് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ തലയോട്ടിക്ക് ഒരു മസാജ് ചെയ്യും. ഈ സ്പാ ചെയ്യുമ്പോഴത്തേക്ക്, ഹെയർ സ്പാ ചെയ്യുമ്പോഴത്തേക്ക് തലയോട്ടിക്ക് ഒരു മസാജ് ചെയ്യാറുണ്ട്. ആ സമയത്ത് രക്തോട്ടം കൂടുകയും പിന്നെ ഈ ടെൻഷനൊക്കെ ഒഴിവാക്കുന്നതിനും ഹെയർ സ്പാ നല്ലതാണ്. ടെൻഷൻ കുറയ്ക്കുകയും മസാജ് ചെയ്യുന്നതോടൊപ്പം തന്നെ തലയോട്ടിക്ക് നല്ലൊരു രക്തോട്ടം കിട്ടുകയും മുടി പൊഴിയുന്നത് മാറുന്നതിന് ഹെയർ സ്പാ നല്ലതാണ്. ഹെയർ സ്പാ മാസത്തിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത്. എല്ലാ മാസവും ഒരു പ്രാവശ്യം ഹെയർ സ്പാ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഹെയറിൽ ഉണ്ടാകുന്ന ഈ ഡാൻഡ്രഫ് മാറുന്നതിനും ഹെയർ തൊഴിയുന്നതും മാറുന്നതിനും ഹെയർ സ്പാ നല്ലതാണ്. അടുത്ത് ഹെയർ സ്മൂത്തിങ് എന്ന് വെച്ചാൽ അത് വർഷത്തിലൊരിക്കലാണ് നമ്മൾ ഹെയറിൽ ചെയ്യുന്നത്. ഹെയർ സ്മൂത്തിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെയറിന് നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കും. ഹെയർ നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുകയും ഹെയർ നല്ലൊരു ഷൈനി ആയിട്ട് തോന്നിക്കുകയും ചെയ്യുന്നതാണ് ഹെയർ സ്മൂത്തിങ്. അത് ഹെയർ സ്മൂത്തിങ് ഹെയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യാൻ കൂടെ നോക്കണം. ഇതാണ് ഹെയർ സ്പായും ഹെയർ സ്മൂത്തിങ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു.